നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് ബ്രോക്കറേജുകളിലേക്ക് ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 24,560 എന്നൊരു റേഞ്ചിൽ ഓപ്പണിംഗ് നൽകിയെങ്കിലും നിലവിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് 24,612 എന്നൊരു റേഞ്ചിൽ തന്നെയാണ്. അതായത് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം കൊണ്ടുപോകുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ മോർണിംഗ് ഡിസ്കസ് ചെയ്തിട്ടുള്ള 24,500 എന്നൊരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അപ്സൈഡിലേക്ക് നോക്കുമ്പോൾ 24,700 ആണ് ഒരു അനലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സെൻസെക്സിനെ സംബന്ധിച്ച് 187 പോയിന്റിൻ്റെ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി 54 പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത്. ഓപ്പണിംഗ് നൽകിയത് 55,650 എന്നുള്ളൊരു റേഞ്ചിലാണ്. 55,791 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യ മണിക്കൂറുകളിൽ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്ന് 55,408 എന്നൊരു റേഞ്ചിലോട്ട് താഴ്ന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു റിക്കവറി നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു RBIയുടെ മീറ്റിംഗ് എന്നാണ് ആരംഭിക്കുന്നത്, ഇതിൻ്റെ ഡിസിഷൻസ് വരാനിരിക്കുന്നുണ്ട്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ്. മോർഗൻ സ്റ്റാൻലിയിലെ അനലിസ്റ്റുകൾ ഈ ഒരു വർഷത്തിൽ ഇനിയൊരു 2 റേറ്റ് കട്ടും കൂടി ഉണ്ടായേക്കും എന്നുള്ളൊരു അനുമാനം കൂടി പങ്കുവെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റകളൊക്കെ തന്നെ RBIയുടെ സഹന പരിധിക്കുള്ളിൽ വന്നതിനാൽ 4% താഴോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ RBI സംബന്ധിച്ച് കൂടുതലൊരു റേറ്റ് കട്ടിലേക്ക് പോകുന്നതിൽ വലിയ ഒരു റിസ്ക് ഇല്ലാത്തതിനാൽ തന്നെ ഒരു 2 റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് മോർഗൻ സ്റ്റാൻലി പങ്കുവെക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും സെഷനുകളിൽ ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് പോസിറ്റീവായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് സെൻസിറ്റീവായിട്ടുള്ള സെക്ടേഴ്സിലെ കമ്പനികളെ സംബന്ധിച്ചും അത് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം എക്കണോമിക് തലത്തിൽ പ്രധാനമായിട്ടും സർവീസ് PMI കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. മെയ് മാസത്തിലെ PMI ഡാറ്റകളാണ് വന്നിരിക്കുന്നത്. അതിൽ HSBC സർവീസ് PMI 58.8 ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോമ്പോസിറ്റ് PMI നോക്കുമ്പോൾ 59.3 ആയിട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് എക്കണോമിക് തലത്തിലുള്ള ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള 1-2 സ്റ്റോക്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൽ സ്പാർക്കിൻ്റെ ഓഹരികൾ 18% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൺഫാർമയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഒരു കമ്പനി സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി അഥവാ സ്പാർക്കാണ് ഇന്ന് 18% ഇൻട്രാഡേയിൽ ഇടിഞ്ഞത്. കമ്പനിയുടെ സോറിയാസിസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള മരുന്നിൻ്റെ ഔട്ട്കം ഡിസൈർഡ് ഔട്ട്കം അല്ല പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കമ്പനി അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രതീക്ഷിച്ച ഫലം നൽകാത്തതിനെ തുടർന്ന് അവർ ഫർദറായിട്ട് പരീക്ഷണങ്ങളൊന്നും തന്നെ നടത്താതെ മരുന്നിൻ്റെ ട്രയൽസ് നിർത്തലാക്കുന്നു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻസ് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ഓഹരിയിൽ 18% മുന്നേറ്റം ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു നെഗറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ സ്പെഷ്യലിറ്റി പൈപ്പ് ലൈനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആയിരുന്നു ഇത്. പക്ഷേ ആ ഒരു ഫൈൻഡിങ്സിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ വലിയ തോതിലൊരു ഇടിവ് കണ്ടത്. ഇനി മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ്. ഈ ഒരു ഓഹരി ഇന്ന് 10% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി നോർവേയിലെ കോങ്സ്ബെർഗുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്ന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് ഓഹരിയിൽ ശക്തമായ മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ധാരണാപത്രം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നതിന് ഇപ്പോൾ ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് ഗാർഡൻ റീച്ചിൽ കാണാൻ സാധിച്ചത്. ഒപ്പം മസഗോൺ ഡോക്കിലും നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇൻട്രാഡേയിൽ തുടക്കത്തിൽ 3%-ലധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. മസഗോണിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 11 സെഷനിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അതിൽ 9 സെഷനിലും മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിലും നല്ലൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടിയിട്ട് മസഗോൺ ഡോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അവരുടെ വാല്യൂബിൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി 50-യിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കമ്പനികൾ 8 കമ്പനികളുടെ കമ്പനികളെക്കാളും
മാർക്കറ്റ് വാല്യൂ കമ്പനിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് 1.43 ലക്ഷം കോടിയാണ് മെസഗോൺ ഡോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹീറോ മോട്ടോകോപ്പ്, ഹിൻഡാൽകോ, ശ്രീറാം ഫിനാൻസ്, സിപ്ല, അതോടൊപ്പം ടാറ്റ കൺസ്യൂമർ, ഡോക്ടർ റെഡ്ഡി, അപ്പോളോ ഹോസ്പിറ്റൽസ് പോലുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും ഉയർന്ന മാർക്കറ്റ് ക്യാപ്പ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മെസഗോൺ ഡോക്കിന് ഇതോടുകൂടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മെസഗോണിന് ഇന്നൊരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കാം. അതിൽ ടാറ്റ മോട്ടോഴ്സ് ആണ് ഒരു സ്റ്റോക്ക്. ടാറ്റ മോട്ടോഴ്സിന് നോമറ ഇപ്പോൾ ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് സ്വീകരിച്ചിരിക്കുകയാണ്. ഓഹരി ഒന്നിന് 799 രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവരുടെ EV സെഗ്മെൻറ്റിൽ ഹാരിയർ EV ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് EV സെഗ്മെൻറ്റിൽ അവരുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണിപ്പോൾ നോമറ ടാറ്റ മോട്ടോഴ്സിന് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് സ്വീകരിച്ചിരിക്കുന്നത്. നോമറയുടെ തന്നെ റഡാറിൽ ഉൾപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി KEC ഇൻ്റർനാഷണൽ ആണ്. ഓഹരിക്ക് 985 രൂപ ആണ് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റർ കോൾ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അല്ലെങ്കിൽ ബ്രോക്കറേജുകൾ എക്സ്പെക്ട് ചെയ്ത തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ കമൻട്രി തന്നെയാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഓർഡർ പൈപ്പ് ലൈൻ ഹെൽത്തി ആയിട്ട് തുടരുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റിൽ നിന്ന് തന്നെ 900,000 കോടി രൂപയുടെ ഓർഡർ പൈപ്പ് ലൈൻ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോഴും ഡൊമസ്റ്റിക് T&D സെഗ്മെൻറ്റിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു വളർച്ച രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. വരുമാനം നോക്കുമ്പോൾ ഏകദേശം 3,000 കോടി രൂപയുടെ വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ശ്രമിക്കുന്നത് എന്നും കേബിൾ ബിസിനസ്സിൽ അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ 3,000 കോടി രൂപയുടെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ശ്രമിക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് നോമറ KEC ഇൻ്റർനാഷണൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. സിയറ്റ് ഓഹരികൾക്ക് നോമറ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. 3,945 രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോമറ കൂടാതെ തന്നെ ഇപ്പോൾ നുവാമയും സിയറ്റിൻ്റെ ഓഹരികൾക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. 3,800 രൂപയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവരുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ എക്സ്പോർട്ട് ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട് എന്നാണ് ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് PCR ഒപ്പം തന്നെ TBR സെഗ്മെൻറ്റിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാനമാണെങ്കിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും അല്ലെങ്കിൽ EBITDA ആണെങ്കിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിൻ്റെ CAGR വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നുവാമയും സിയറ്റ് ഓഹരികൾക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. ജെഫറീസിൻ്റെ റഡാറിൽ സിമന്റ് സെക്ടേഴ്സിലെ സ്റ്റോക്കുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ജെഫറീസ് ഈ ഒരു സിമന്റ് സെക്ടറിൽ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 4ാം പാദത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. സിമന്റ് കമ്പനികളുടെ അല്ലെങ്കിൽ സിമന്റ് ഇൻഡസ്ട്രിയുടെ EBITDA ഗ്രോത്ത് നോക്കുമ്പോൾ 11% ഇയർ-ഓൺ-ഇയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വോളിയം ഗ്രോത്ത് നോക്കുമ്പോഴും വളരെ സ്ഥിരമായിട്ട് തുടരാൻ വേണ്ടിയിട്ട് സിമന്റ് ഇൻഡസ്ട്രിയിൽ സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി വരും സെക്ടേഴ്സിൽ ഒരു പിക്കപ്പ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തുടർന്നേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ജെഫറീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിമന്റ് സെക്ടറിൽ അവർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ് എന്ന് പറയുന്നത് അൾട്രാടെക് സിമന്റ്, ഒപ്പം തന്നെ ശ്രീ സിമന്റ്, അതോടൊപ്പം തന്നെ JK സിമന്റ് എന്നീ ഓഹരികൾക്കാണ് ഇപ്പോൾ അവർ ടോപ്പ് പ്രിഫറൻസ് ആയിട്ട് ജെഫറീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി മറ്റ് ബ്രോക്കറേജുകൾ നൽകുന്ന സ്റ്റോക്കുകളെ നോക്കാം. അതിൽ MK ഗ്ലോബൽ ആനന്ദ് രാജിന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട്. അടുത്തൊരു 12 മാസ കാലയളവിലേക്കാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് വില 800 രൂപയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 30% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി MK ഗ്ലോബലിൻ്റെ തന്നെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ജീനസ് പവർ ഇൻഫ്രയാണ്. ജീനസ് പവർ ഇൻഫ്രയ്ക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ 510 രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത്. ഏകദേശം 410 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. അതായത് 20% അടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി എലാറ സെക്യൂരിറ്റീസ്
എന്ന് പറയുന്ന ബ്രോക്കറേജ് ഇനിഷ്യേറ്റീവ് നൽകുന്ന ഒരു ഓഹരി NLC ഇന്ത്യയാണ്. NLC ഇന്ത്യക്ക് 320 രൂപ വരെ എത്താൻ സാധിച്ചേക്കുമെന്ന് എലാറ സെക്യൂരിറ്റീസ് കണക്കാക്കുന്നു. അതായത് ഒരു 30% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ തന്നെയാണ് ഓഹരിയിലും പ്രതീക്ഷിക്കുന്നത്. ഇനി ചോയ്സ് ബ്രോക്കിംഗ് എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി ലുമാക്സ് ഓട്ടോടെക് ആണ്. ഓഹരിക്ക് 1375 രൂപ വരെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 890 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. സോ നല്ലൊരു മുന്നേറ്റം ഈ ഒരു ഓഹരിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലുമാക്സ് ഓട്ടോടെക്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകാൻ വേണ്ടിയിട്ട് ലുമാക്സ് ഓട്ടോടെക്കിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. 980 രൂപ വരെ ഉയരാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം ഓഹരികൾക്കും ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് സാധിച്ചിരിക്കുന്നത്.